മൂന്നാം വിവാഹത്തിന് ഒരുങ്ങുന്ന കാഴ്ചാ പരിമിതിയുള്ള യാചകന് കൗൺസിലിംഗ് നൽകണമെന്ന് ഹൈക്കോടതി. ഒന്നാം ഭാര്യ ജീവിച്ചിരിക്കെ രണ്ടാമത് വിവാഹം ചെയ്ത സ്ത്രീയെ ഉപേക്ഷിച്ച് യാചകനായി ജീവിക്കുന്നയാൾക്കെതിരെ ജീവനാംശം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് കോടതി നിർദ്ദേശം. മുസ്ലിം പുരുഷൻ ഏതു സാഹചര്യത്തിലും ഒന്നിലേറെ സ്ത്രീകളെ വിവാഹം കഴിക്കാമെന്നത് ഇസ്ലാമിക നിയമത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണെന്ന് കോടതി പറഞ്ഞു. പാലക്കാട് കുറ്റിപ്പുറം സ്വദേശി എൻ സെയ്തലവിക്കെതിരെ മലപ്പുറം സ്വദേശി ജുബൈരിയ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവ്. നിയമം മാത്രമാണ് താൻ പാലിക്കുന്നതെന്ന വാദമാണ് ഹർജിക്കാരിയുടെ ഭർത്താവ് ഉയർത്തുന്നത്. എന്നാൽ മുസ്ലിം പുരുഷന് ഏതു സാഹചര്യത്തിലും ഒന്നിലേറെ സ്ത്രീകളെ വിവാഹം കഴിക്കാമെന്നത് തെറ്റിദ്ധാരണയാണെന്ന് ഹൈക്കോടതി പറഞ്ഞു. തുല്യനീതി സാധ്യമല്ലെങ്കിൽ ഒന്നിലേറെ വിവാഹം പാടില്ലെന്ന സന്ദേശമാണ് ഖുർആൻ നൽകുന്നത്. വെള്ളിയാഴ്ചകളിൽ പള്ളിയുടെ മുന്നിൽ ഭിക്ഷാടനം നടത്തിയും ചെറിയ ജോലികൾ ചെയ്തുമാണ് ജീവിക്കുന്നതെന്നും ജീവനാംശം നൽകാൻ ആകില്ലെന്നുമായിരുന്നു സെയ്തലവി വാദം. എന്നാൽ പ്രതിക്ക് 25,000 രൂപ വരുമാനമുണ്ടെന്നും അതിൽ നിന്ന് 10,000 രൂപ ജീവനാംശമായി ലഭിക്കണമെന്നുമായിരുന്നു ഹർജിക്കാരിയുടെ ആവശ്യം. ഹർജിക്കാരിയെ ശാരീരികമായി പീഡിപ്പിക്കുന്നുവെന്ന വാദവും ഹർജിയിൽ ഉന്നയിച്ചിരുന്നു. എന്നാൽ കാഴ്ചശക്തിയുള്ള ഹർജിക്കാരിയെ കാഴ്ചയില്ലാത്ത ഭർത്താവ് കായികമായി പീഡിപ്പിക്കുന്നുവെന്ന വാദം അംഗീകരിക്കാനാകില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. അതേസമയം ത്വലാഖ് ചൊല്ലുമെന്നും മൂന്നാമതും വിവാഹം കഴിക്കുമെന്നും അടക്കമുള്ള ഭീഷണികൾ മാനസികമായ പീഡനവും ക്രൂരതയുമാണ്. ഇനിയൊരു വനിതയെ കൂടി നിരാലംബയാക്കുന്നതിന് വഴിയൊരുക്കാതെ സാധ്യമെങ്കിൽ ഇരുവരെയും ഒന്നിപ്പിക്കാൻ സർക്കാർ ശ്രമം നടത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.